കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതി അഷ്ടമിച്ചിറ പഴമ്പിള്ളി വീട്ടിൽ വാസൻ റിമാൻഡിൽ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ആദ്യം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് കലക്ടർ NSK ഉമേഷ്. ഇത് പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിക്കണമെന്നും കലക്ടർ അഭിപ്രായപ്പെട്ടു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി കിങ്ങിണി ഷിജോ പിടിയിൽ. 50 ഗ്രാമോളം MDMA പ്രതിയിൽ നിന്നും പിടികൂടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഭർത്താവ് റിമാൻഡിൽ. മാളഷ്ടമിച്ചിറയിൽ ബുധനാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പഴമ്പിള്ളി വീട്ടിൽ വാസനാണ് ഭാര്യ ശ്രീഷ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇരു കൈകളും കാലുകളും പരിക്കേറ്റ ശ്രീഷ്മയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അച്ഛനമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ വീടിന് സമീപത്തെ റേഷൻ കടയിലേക്ക് ഓടിവരികയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ആദ്യം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന്. എന്നാൽ ഇത് പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിക്കണമെന്ന് കലക്ടർ NSK ഉമേഷ് അഭിപ്രായപ്പെട്ടു. ഫാമിലിയിൽ നിന്ന് തുടങ്ങണം. നമുക്ക് എസ്പെഷ്യലി ഇപ്പോൾ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ മൈഗ്രൻ്റ് അതിഥി തൊഴിലാളികൾ സൈഡിൽ കുറച്ചുകൂടി ശക്തമായിട്ട് അത് കുറച്ചുകൂടി ടഫാണ്. ബിക്കോസ് അവരുടെ ഭാഷയില്ല അത് പോകണം. അത് മലയാളം പോരാണ്, ചിലപ്പോൾ ഹിന്ദിയും പോരാതെ വരും, ബംഗാളി വേണം, ഒഡിയ വേണം, ചിലപ്പോൾ തമിഴ് വേണം. ഇങ്ങനെ പല ഭാഷകൾ അവരുടെ ഭാഷകളിൽ അവയർനെസ് ക്യാമ്പയിൻ നടത്താൻ. ജാഗ്രതയാണ് പ്രധാനം. ലഹരി ഉപയോഗം തടയുക, അതിനായി ഒന്നിക്കാം എന്ന വിഷയമുയർത്തി NFIW കേരള മഹിളാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച രാപ്പകൽ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നുകൾ എത്തുന്നത് പോസ്റ്റൽ കൊറിയർ മാർഗങ്ങളിലൂടെയാണ് എന്ന് വ്യക്തമായതോടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും കൊറിയർ കമ്പനികളുമായി സഹകരിച്ച് കവർ പൊട്ടിക്കാതെയുള്ള പരിശോധനകൾ ശക്തമാക്കി. മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് എല്ലാ വിദ്യാലയങ്ങളിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും കലക്ടർ പറഞ്ഞു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷയായി. മുൻ MLA ES ബിജിമോൾ, ഫുഡ് കോർപ്പറേഷൻ മെമ്പർ അഡ്വക്കേറ്റ് P വസന്തം, കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KA അൻസിയ, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ, പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ്, KK അഷ്റഫ്, താര ദിലീപ്, ജയ അരുൺകുമാർ, P വസന്തം, S ശ്രീകുമാരി എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്ക് ചായപ്പൻകുഴിയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ചെയർമാനും MLAയുമായ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ ഏക സ്വീകരണമാണ് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചായപ്പൻകുഴിയിൽ വെച്ച് നൽകുന്നത്. മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, മറ്റ് UDF നേതാക്കളായ MM ഹസൻ, PK കുഞ്ഞാലിക്കുട്ടി, CP ജോൺ, അനൂപ് ജേക്കബ്, MP ബെന്നി ബെഹ്നാൻ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. വന്യമൃഗങ്ങളിൽ നിന്ന് നാശം സംഭവിക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ട നിവേദനവും യോഗത്തിൽ വെച്ച് കർഷകർക്ക് പ്രതിപക്ഷ നേതാവിന് നൽകാവുന്നതുമാണെന്ന് MLA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ VO പൈലപ്പൻ, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, MT ഡേവിസ്, IA അബ്ദുൾ മജീദ്, വിൽസൺ മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി കിങ്ങിണി ഷിജോ പിടിയിൽ. 50 ഗ്രാമോളം MDMA പ്രതിയിൽ നിന്നും പിടികൂടി. തൃശൂർ പീച്ചി ആശാരിക്കാട് ചേരുംകുഴി തെക്കയിൽ ഷിജോ ജോസഫ് എന്ന കിങ്ങിണിയാണ് പിടിയിലായത്. ഇയാൾ മീൻ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയതിന് പിടിക്കപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. യുവാവ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രികാല പട്രോളിംഗിനിടയിലാണ് അറസ്റ്റ്. ഷിജോയെ പിടികൂടി മയക്കുമരുന്ന് കണ്ടെടുത്ത സംഘത്തിൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ്, കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ SI ദിലീപ്, ഷീബ അശോകൻ, അനിത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TS സഹദ്, ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിലെ AK രാഹുൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്.
വയൽ പാഠശാലയാക്കി കുരുന്നു വിദ്യാർത്ഥികൾ. ആലത്തൂർ LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പാഠം പാഠശാലയാക്കി മാറ്റിയത്. യന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നതും കൊയ്തെടുത്ത നെല്ല് ട്രാക്ടറിലേക്ക് മാറ്റുന്നതും തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾ കണ്ട് മനസ്സിലാക്കി. സ്കൂളിലെ എക്സിക്യൂട്ടീവ് അംഗവും കൊടകര പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് വാങ്ങിയ MT സലീഷിന്റെ കൊടകര കരൂരിലുള്ള പാടത്താണ് വിദ്യാർത്ഥികൾ എത്തിയത്. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ, വിവിധതരം കൃഷികൾ, വിത്തിനങ്ങൾ, ഇടവിള കൃഷികൾ എന്നിവയെക്കുറിച്ചെല്ലാം കുട്ടികൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതിനോടനുബന്ധിച്ച് സ്കൂളിന്റെ സ്നേഹോപകാരമായി സലീഷിനെ അധ്യാപകരായ അനൂപ് CG പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് PM ജിൻസ, കാവ്യ ജിത്തു, സിബസ്യ സലീഷ്, സക്ഷ സലീഷ്, ഷൺമുഖൻ KS എന്നിവർ സന്നിഹിതരായിരുന്നു. മനുഷ്യജീവനെടുക്കുന്ന വന്യമൃഗാക്രമണം തടയാൻ കഴിയാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെയും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. മന്ത്രിയുടെ കോലം കത്തിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, കോൺഗ്രസ് കർഷക കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിതയായ അഡ്വക്കേറ്റ് V ഗീതയ്ക്കും കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച RLV രാമകൃഷ്ണനും ചാലക്കുടി പ്രസ് ക്ലബ്ബ് സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു, പ്രതിപക്ഷ നേതാവ് KA സുരേഷ്, കൗൺസിലർ VJ ജോജി, കേന്ദ്ര റബ്ബർ ബോർഡ് അംഗം KA ഉണ്ണികൃഷ്ണൻ, KV ജയൻ, അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, N കുമാരൻ, PD പോൾ, II അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ടകളായ കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ ഇളയാരം പുരയ്ക്കൽ വീട്ടിൽ രാഹുൽ രാജ്, കൂരമ്പത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. രാഹുൽ രാജിന് 2019 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2021, 23, 24 എന്നീ വർഷങ്ങളിൽ 3 വധശ്രമ കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 2022, 24 വർഷങ്ങളിൽ 2 വധശ്രമ കേസും 2024 മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും 2017, 18, 19 വർഷങ്ങളിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 8 അടിപിടി കേസും ഉൾപ്പെടെ 17ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. അഖിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2023, 24 വർഷങ്ങളിൽ 3 വധശ്രമ കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 2022 ഒരു വധശ്രമ കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2011, 2023, 24 വർഷങ്ങളിൽ 3 അടിപിടി കേസും ഉൾപ്പെടെ 7ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് രാഹുൽ രാജിനെ 1 വർഷത്തേക്കും അഖിലിനെ 6 മാസത്തേക്കും കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, ASI മാരായ വിൻസി തോമസ്, സജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ച് കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണ യോഗം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാടുകുറ്റി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് I കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂർമഠത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ ഷാഹുൽ പണിക്ക് വീട്ടിൽ, MD വർഗീസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഗിരീശൻ, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മോളി തോമസ് എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CK യുദ്ധി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി.
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TS ഷാജി, ആന്റണി പയ്യപ്പിള്ളി, ജിജോ അരിക്കാടൻ, TK ജോണി, VS അരുൺ രാജ്, ജെറോം കരിമാലിക്കൽ, അസീസ് സ്ഥാനത്തുപറമ്പിൽ, കൊച്ചപ്പൻ പഞ്ഞിക്കാരൻ എന്നിവർ സംസാരിച്ചു. കാടുകുറ്റി പഞ്ചായത്ത് പാറയം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 77ാം ചരമവാർഷികം ആചരിച്ചു. കുലയിടം ബേക്കറി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വാർഡ് മെമ്പർ ബിനീഷ് കുമാർ, P. പോൾ, EP അസീസ്, ഡെന്നി തോമസ്, GT ജിഷോ, രാജു മൽപ്പാൻ എന്നിവർ നേതൃത്വം നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. ഉൽപാദന മേഖലയിൽ 1,20,28,070 രൂപയും, സേവന മേഖലയിൽ 11,26,79,708 രൂപയും, പശ്ചാത്തല മേഖലയിൽ 5,23,52,842 രൂപയും ഉൾപ്പെടെ 17,70,60,720 രൂപയുടെ കരട് പദ്ധതികളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിയോ ഡേവിസ് പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MM മുകേഷ്, വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ, അസ്മാബി ലത്തീഫ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റാബി സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, അംഗൻവാടി ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ജലനിധി ജീവനക്കാർ, കർമ്മസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി TM ബാബു അനുസ്മരണം നടന്നു. CPI മാള ഓഫീസിൽ പുഷ്പാർച്ചന നടത്തി. KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലിരിക്കുകയാണ്, അവരെ നാട്ടിലിറങ്ങി സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയ സഖാവാണ് സൗദിയിൽ ബാബു. രാവിലെ 8 മണിക്ക് കുന്നത്തുകാട്ടിൽ നിന്ന് സൈക്കിളിലൂടെ വന്നാൽ വൈകുന്നേരം ഒരു 9 മണി വരെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിലും ടൗണിലും പാർട്ടി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും വളരെ സജീവമായി നിന്നൊരു സഖാവാണ് ബാബു. എനിക്ക് തോന്നിയത് ജാതിമത ചിന്തകൾക്ക് അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ചൊരു സഖാവാണ് TM ബാബു. അതുകൊണ്ട് തന്നെയാണ് കൊടുങ്ങല്ലൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിനകത്ത് പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ബാബുവിനെ തീരുമാനിക്കുന്നത്. നിരവധി സഖാക്കൾ അന്ന് കൊടുങ്ങല്ലൂരിലുണ്ടെങ്കിലും ബാബു ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയൊരു പ്രാസംഗികമൊന്നുമല്ലെങ്കിൽ സംഘടനാ രംഗത്ത് വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സഖാവ് എന്ന നിലയ്ക്കാണ് ബാബുവിന് തൃശ്ശൂർ ജില്ലയിൽ അന്ന് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ളത്, അന്നും ഇന്നും നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിനകത്താണ് ബാബു പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. TN വേണു അധ്യക്ഷത വഹിച്ചു. MR അപ്പുകുട്ടൻ, BM വിൽസൺ, AM ഹക്കീം, ഇന്ദിര ദിവാകരൻ, MK ബാബു, PK വിശ്വംഭരൻ, VM ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ മാരേക്കാട് കണ്ണൻകാട്ടിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. കാരുമാത്ര, വിജയൻ തന്ത്രികൾ കൊടിയേറ്റ് നടത്തി. ഫെബ്രുവരി 5 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. ഈ ദിവസങ്ങളിൽ കളമെഴുത്തുപാട്ട്, തായമ്പക, മുടിയേറ്റ്, കാഴ്ചശീവേലി, ആന എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ഫെബ്രുവരി 2 ഞായറാഴ്ച മുതൽ 6 മുതൽ അഷ്ടമിച്ചിറയിൽ നിന്ന് മാരേക്കാട് യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ താലാഘോഷം, തിരുവുത്സവ ദിവസമായ ഫെബ്രുവരി 4 ചൊവ്വാഴ്ച കാഴ്ചശീവേലി, എഴുന്നള്ളിപ്പ്, 11:30 വലിയ ഗുരുതി എന്നിവ നടക്കും. ഫെബ്രുവരി 5 ആറാട്ടുബലിയോടെ ഉത്സവം സമാപിക്കും. MES അസ്മാബി കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മനോനീതം എന്ന പേരിൽ സൗജന്യ പഠന സ്വഭാവ വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് കറസ്പോണ്ടന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 17 സ്കൂളുകളിൽ നിന്നും 300-ൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ലത്തീഫ് പേനത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച
സൈക്കോളജി ട്രെയിനികളും സൈക്കോളജിസ്റ്റുകളും ക്യാമ്പിൽ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, മനോനീതം പ്രൊജക്ട് കോർഡിനേറ്റർ ലത്തീഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, അസിസ്റ്റന്റ് പ്രൊഫസർ അശ്വതി KA, സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം മേധാവി ഡോക്ടർ KP സുമേധൻ, IQAC കോർഡിനേറ്റർ ഡോക്ടർ അമിത ബച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതി അഷ്ടമിച്ചിറ പഴമ്പിള്ളി വീട്ടിൽ വാസൻ റിമാൻഡിൽ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ആദ്യം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് കലക്ടർ NSK ഉമേഷ്. ഇത് പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിക്കണമെന്നും കലക്ടർ അഭിപ്രായപ്പെട്ടു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി കിങ്ങിണി ഷിജോ പിടിയിൽ. 50 ഗ്രാമോളം MDMA പ്രതിയിൽ നിന്നും പിടികൂടി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.